കോപ്പറേറ്റീവ് ടെക്കിൻ്റെ ബേസിക് അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന പരീക്ഷയായ കേരള PSCയുടെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയത് ബേസിക് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സുകളാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് മൊഡ്യൂൾ 1 10 മാർക്കിനാണ് സിലബസ് പ്രകാരം ഉള്ളത്. അതിൻ്റെ ആദ്യ ക്ലാസ്സിലേക്ക് ആണ് ഞാൻ പോകുന്നത്. ക്ലാസ്സുകൾക്കും നോട്ടുകൾക്കും ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട്. ആദ്യ ഭാഗത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് കോൺസെപ്റ്റ്സ് ആണ് സിലബസിൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്തെല്ലാമാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ MC ക്വസ്റ്റ്യൻ വിഭാഗത്തു നിന്ന് എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നത് കാണാറുണ്ട്. അത്തരം വന്ന ചോദ്യങ്ങൾ സൂചിപ്പിച്ചിട്ടാണ് ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ക്ലാസ്സുകളുടെ അവസാനം MCQ സീരീസ് ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. പിന്നെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് ബിസിനസ് ആൻഡ് ഓണർ ആസ് 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ബിസിനസ് വേറെ, ഓണർ വേറെ. ബിസിനസ്സിന് അതിൻ്റെതായ ഒരു സ്ഥായിയായ നിലനിൽപ്പുണ്ട്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ്, നോട്ട് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഓണർ. ഇതാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇഫ് ദി ഓണർ ബ്രിങ്സ് ക്യാപിറ്റൽ ഇൻ ടു ദ ബിസിനസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ലയബിലിറ്റി ഫോർ ദ ബിസിനസ്. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതും. ഇതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. പേരിൽ തന്നെ ഉണ്ട് ബിസിനസ് ആൻഡ് ഓണർ ആർ 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ബിസിനസ് ഈസ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. രണ്ടാമത്തെ കോൺസെപ്റ്റ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് ഓൺലി those transaction and events which can be measured in monetary terms. പണപരമായ ക്യാഷ് കൊണ്ട് മെഷർ ചെയ്യാവുന്ന മോണിറ്ററി ടേംസിലുള്ളത് മാത്രമേ അക്കൗണ്ട്സിൽ പരിഗണിക്കാറുള്ളൂ. അത്തരം ട്രാൻസാക്ഷൻസ് മാത്രമേ അത് മെഷർ ചെയ്യാൻ കഴിയുള്ളൂ. അത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്കോർഡ് ചെയ്യുള്ളൂ അക്കൗണ്ട്സിൽ, ബുക്കുകളിൽ. നോൺ മോണിറ്ററി ആസ്പെക്ട്സ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എംപ്ലോയി എഫിഷ്യൻസി, അത് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ലല്ലോ, ഇത്ര എഫിഷ്യൻസി ഉണ്ട് അങ്ങനെയൊന്നും. അതല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ആ ലെവലിൽ നമുക്ക് മെഷർ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതൊന്നും റെക്കോർഡ് ചെയ്യാൻ സാധിക്കില്ല, അത് റെക്കോർഡ് ചെയ്യാറില്ല. അത് ഏത് പ്രകാരമാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. മണി മെഷർമെൻറ്റ് പേരിൽ തന്നെ ഉണ്ട്. മണി മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ട്രാൻസാക്ഷൻ ആൻഡ് ഇവൻറ്റ്സ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ മെഷേർഡ് ഇൻ മോണിറ്ററി ടേംസ്. മറ്റൊന്ന് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഫോർ എ ലോങ് ടേം ആൻഡ് നോട്ട് ഷട്ട് ഡൗൺ ഇൻ നിയർ ഫ്യൂച്ചർ. ബിസിനസ് ഒരുപാട് കാലത്തേക്കുള്ളതാണ്, അതങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതിന് ഒരു നിയർ ഫ്യൂച്ചറിൽ ഒരു അവസാനമില്ല എന്നതാണ് ഈ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. അതുകൊണ്ടാണ് അസറ്റ്സ് ടു ബി റെക്കോർഡഡ് അറ്റ് കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേറ്റ് ഓവർ ദെയർ യൂസ്ഫുൾ ലൈഫ്. ഡിപ്രീസിയേഷൻ കാണുന്നതും കോസ്റ്റ് പ്രൈസിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുന്നതും ഈ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതിൻ്റെ? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ചില എക്സാമിന് ചോദിക്കാറുണ്ട് ഡിപ്രീസിയേഷൻ കണക്കാക്കുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല അസറ്റ് എപ്പോഴും റെക്കോർഡ് ചെയ്യൽ, ബുക്കിൽ റെക്കോർഡ് ചെയ്യൽ ഏത് പ്രൈസിനാണ്? അറ്റ് കോസ്റ്റ് പ്രൈസ്. എത്രയാണോ അസറ്റ് ചിലവാക്കിയത് അതിൻ്റെ ബേസിലാണ്, അല്ലാതെ കറണ്ട് പ്രൈസിനോ ഇന്നത്തെ വിലക്കൊന്നല്ല അത് നോക്കാറുള്ളത്. പിന്നൊന്നുള്ളത് കോസ്റ്റ് കൺസെപ്റ്റാണ്. അതായത് അസറ്റ്സ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് കോസ്റ്റ്. തൊട്ട് മുകളിൽ പറഞ്ഞ പോയിന്റ്, അണ്ടർലൈൻ ചെയ്ത പോയിന്റാണിത്. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് കോസ്റ്റ് ആൻഡ് നോട്ട് അറ്റ് ദെയർ കറന്റ് മാർക്കറ്റ് വാല്യൂ. ആൻഡ് നോട്ട് ദെയർ കറന്റ് മാർക്കറ്റ് വാല്യൂ. നിലവിലെ വില എന്താണോ എന്നൊന്നല്ല, അതിനെന്താണ് ചിലവാക്കിയത് വാങ്ങുന്ന സമയത്ത്. അതാണ് കോസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. മറ്റൊന്ന് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. അക്കൗണ്ടിങ് പീരിയഡ് എത്രയാണ്? നോർമലി 1 year ആണ്. ക്വാർട്ടർ റിപ്പോർട്ട്സ് കാണാറുണ്ട്. ഒരു സ്പെസിഫിക് പീരിയഡ് അക്കൗണ്ട്സിന് ഉണ്ടാവണം ഉദ്ദേശിച്ചത്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് എന്നാൽ ദ ലൈഫ് ഓഫ് എ ബിസിനസ് be divided into specific time period for the purpose of preparing financial statement. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷന് ഭാഗമായിട്ട് അക്കൗണ്ടുകൾക്ക് അക്കൗണ്ടിങ്ങിന് എന്തുണ്ട്? ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ട്. അത് ഇയർ ആവാം, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർലി ആവാം.
അതിനാണ് എന്ത് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് പറഞ്ഞത്. എങ്കിൽ അങ്ങനത്തെ ഡിവിഷൻസ് ഉണ്ടെങ്കിൽ എന്തിന് അക്കൗണ്ട്സിന് ആവശ്യമുണ്ട് താനും. മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ എക്സ്പെൻസ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ സെയിം പീരിയഡ് ആസ് ദി റവന്യൂ ദേ ഹെൽപ്പ് ടു ജനറേറ്റ്. ചുരുക്കി പറഞ്ഞാൽ റവന്യൂ എക്സ്പെൻസ് തമ്മിൽ എന്തായിരിക്കണം, മാച്ച് ആയിരിക്കണം. അതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. അതായത് ദിസ് ഹെൽപ്സ് ഇൻ കറക്റ്റ്ലി കാൽക്കുലേറ്റിംഗ് ദി പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ പർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരിയഡ്. ഒരേ കാലത്തേക്കുള്ള റവന്യൂ എക്സ്പെൻസുകൾ തമ്മിൽ മാച്ച് ആവണം. അതാത് സമയത്ത് തന്നെ റെക്കോർഡ് ചെയ്ത് പോവേണ്ടതുണ്ട്. അത് തമ്മിൽ മാച്ച് ആയിരിക്കണം എന്ന് ചുരുക്കി പറയാം മാച്ചിങ് കോൺസെപ്റ്റ്. ദെൻ അക്രൂവൽ കൺസെപ്റ്റ് പറഞ്ഞാൽ ട്രാൻസാക്ഷൻ എപ്പോഴാണ് നടന്നത് അപ്പോഴാണ് എന്ത് റെക്കോർഡ് ചെയ്യേണ്ടത്. അതല്ലാതെ ക്യാഷ് കിട്ടിയോ ഇല്ലേ എന്നല്ല. ക്യാഷ് പിന്നീട് എപ്പോഴായിരിക്കും കിട്ടുന്നുണ്ടാവുക, അപ്പോഴല്ല. പിന്നെ എപ്പോഴാണ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ദ ബുക്സ് വെൻ ദേ ആർ ഒക്കിയർ ആൻഡ് നോട്ട് വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ്. ക്യാഷ് കിട്ടിയോ ഇല്ലേ എന്നല്ല, അല്ലെങ്കിൽ കിട്ടുമ്പോഴെന്നല്ല, എപ്പോഴാണ് ആ ട്രാൻസാക്ഷൻ ഒക്കിയർ ചെയ്തത് അപ്പോഴാണ് എന്ത് ചെയ്യുന്നത് ട്രാൻസാക്ഷൻസ് അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യുക, അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുക. റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ റെക്കഗ്നൈസ്ഡ് വെൻ ഏൺഡ് ഓർ വെൻ ഇൻക്വയർഡ്. പിന്നെ എപ്പോഴല്ല, റിഗാർഡ്ലെസ് ഓഫ് വെൻ ദ ക്യാഷ് ഈസ് എക്സ്ചേഞ്ച്ഡ്. ക്യാഷ് കൈമാറിയോ, ക്യാഷ് കിട്ടിയോ, ക്യാഷ് കൊടുത്തോ എന്നതിൻ്റെ ബേസിലല്ല. റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസുകൾ എപ്പോൾ റിയലൈസ് ചെയ്യുന്നു, എപ്പോൾ റെക്കഗ്നൈസ് ചെയ്യുന്നോ, എപ്പോഴും ഇൻക്വയർ ചെയ്യുന്നു, അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, അത് കൺസിഡർ ചെയ്യേണ്ടത്, റെക്കോർഡ് ചെയ്യേണ്ടത്. ദെൻ എട്ടാമത്തത് കോൺസെപ്റ്റ്സ് എന്താണ്, റവന്യൂ റെക്കഗ്നിഷൻ ഓർ റിയലൈസേഷൻ കൺസെപ്റ്റ്. തൊട്ട് മുകളിലത്തെ പോയിന്റ് കണ്ടിന്യൂഷൻ തന്നെയാണ്. റവന്യൂ ഷുഡ് ബി റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് ആൻഡ് നോട്ട് നെസസറി വെൻ ദ ക്യാഷ് ഈസ് റിസീവ്ഡ്. ഇനി റിപ്പീറ്റ് പറയുന്നില്ല. ദിസ് ഹെൽപ്സ് ഇൻ മാച്ചിങ് റവന്യൂ വിത്ത് റിലേറ്റഡ് എക്സ്പെൻസ്. നെക്സ്റ്റ് നോക്കാം, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എവറി ട്രാൻസാക്ഷൻ എഫക്റ്റ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. ഓരോ ട്രാൻസാക്ഷനും 2 അക്കൗണ്ടുകളെങ്കിലും എന്ത് ചെയ്യും, ഇമ്പാക്റ്റ് ചെയ്യും. ദിസ് പ്രിൻസിപ്പിൾ ഫോംസ് ദ ബേസിസ് ഓഫ് ദി ഡബിൾ എൻട്രി അക്കൗണ്ട് സിസ്റ്റം. ഡബിൾ ആസ്പെക്ട് കൺസെപ്റ്റ് പ്രകാരമാണ് ഡബിൾ എൻട്രി അക്കൗണ്ട് സിസ്റ്റം ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കൺസെപ്റ്റ് മുഖേനയാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്, ഡബിൾ എൻട്രി സിസ്റ്റം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെൻ ഗുഡ്സ് ആർ ബോട്ട് ഫോർ ക്യാഷ് കൊടുത്ത് എന്തെങ്കിലും മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ 2 എഫക്റ്റ് ഉണ്ടാവും. എന്തൊക്കെ എഫക്റ്റ്? 1 അക്കൗണ്ട് ഗുഡ്സ് അക്കൗണ്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ആൻഡ് അനദർ അക്കൗണ്ട് ക്യാഷ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. അങ്ങനെ 2 എഫക്റ്റ് എപ്പോഴും ഓരോ ട്രാൻസാക്ഷനും ഉണ്ടാവും. അതാണ് ഡുവൽ ആസ്പെക്റ്റ്, 2 ആസ്പെക്റ്റ്. പിന്നെ 10th കോൺസെപ്റ്റ്സ് കൺസർവേറ്റീവിസം ഓർ പ്രുഡൻസ് കോൺസെപ്റ്റ്. രണ്ടും പേര് മാറി മാറി ചോദിക്കാറുണ്ട്. വാട്ട് ഡു മീൻ, എന്താണ് പ്രുഡൻസ് കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും പല ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും PSC ചോദിച്ചിട്ടുമുണ്ട്. അതായത് ഒരു എന്താ പറയുക, വൺ ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ബട്ട് ഷുഡ് ആൾവേസ് പ്രൊവൈഡ് ഫോർ എക്സ്പെക്റ്റഡ് ലോസ്. പ്രതീക്ഷിക്കാവുന്ന ലോസുകൾ, റിസ്കുകൾ നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്, കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എന്തിനേക്കാൾ കൂടുതൽ, പ്രതീക്ഷിക്കുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ. അതായത് ഒരു പ്ലേ ഓഫ് സേഫ് അല്ലെങ്കിൽ സേഫ് സോൺ എന്ന രീതിയിൽ എപ്പോഴും മുൻകരുതലെടുക്കുക. പ്രോഫിറ്റ് കൺസിഡർ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, വരാവുന്ന ലോസുകൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അതുകൊണ്ടാണ് ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡെബ്റ്റ്സ് ഇൻ അഡ്വാൻസ് ഒക്കെ ഇത് ഈ പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതായത് വൺ ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് പ്രോഫിറ്റ് ബട്ട് ഷുഡ് ആൾവേസ് പ്രൊവൈഡ് ഫോർ എക്സ്പെക്റ്റഡ് ലോസ്. ഇതിനാണ് പ്രുഡൻസ് കൺസെപ്റ്റ് അല്ലെങ്കിൽ കൺസർവേറ്റീവിസം. ഇതാണ് ഏറ്റവും കൂടുതൽ ഈ പ്രിൻസിപ്പൽ ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതായിരിക്കും. എന്താണ് പ്രുഡൻസ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്, എന്താണ് അല്ലെങ്കിൽ കൺസർവേറ്റീവിസം എന്തുകൊണ്ട് ഉദ്ദേശിച്ചത്? കാരണം ബാക്കിയുള്ള എല്ലാ കോൺസെപ്റ്റ്സിൻ്റെ പേരിൽ തന്നെ നമുക്കൊരു ക്ലൂ കിട്ടും. ഇതിന് അങ്ങനത്തെ ഒരു ക്ലൂ ഒന്നും കിട്ടിക്കോളുന്നില്ല. ശരി, പക്ഷേ കൺസർവേറ്റീവിസം കേട്ടാൽ ഒരു പക്ഷേ ഓർമ്മ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് കൺസർവേറ്റീവിസം ഓർ പ്രുഡൻസ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത് വരാവുന്ന പ്രോഫിറ്റ് കൺസിഡർ ചെയ്തില്ലെങ്കിലും വരാൻ സാധ്യതയുള്ള ലോസ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അത് കൺസിഡർ ചെയ്തോളണം. ദെൻ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ്സ്, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് പെർഫോമൻസ് എന്നൊക്കെ പറയാറുണ്ട്. എന്താ കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് ഉദ്ദേശിച്ചത്? അതന്നെ, അതായത് ഫോളോ ചെയ്യുന്ന അക്കൗണ്ട്സും മെത്തേഡ്സും ടെക്നിക്സും ഒരു കൊല്ലം ഒരേ രീതി ഫോളോ ചെയ്യണം. അതന്നെ വരും വർഷങ്ങളിൽ ഫോളോ ചെയ്താൽ വർഷമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കമ്പയർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിനാണ് കൺസിസ്റ്റൻ്റ്. അല്ലാതെ ഓരോ രീതിയിൽ ഓരോ വർഷം ചെയ്തതല്ലേ അവ തമ്മിലുള്ള സ്റ്റേറ്റ്മെൻറ്റിലെ റിസൾട്ടുകൾ തമ്മിൽ ചെറിയ അന്തരം ഉണ്ടാവും.
അപ്പോൾ അത് തമ്മിൽ കമ്പയർ ചെയ്യാറുമ്പോൾ വ്യത്യസ്ത സ്റ്റാൻഡേർഡ് പ്രകാരം കമ്പയർ ചെയ്യുന്നുള്ള അർത്ഥമല്ലല്ലോ, ഒരേ സംഗതികളല്ലേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ കോൺസെപ്റ്റ് പ്രകാരം സെയിം അക്കൗണ്ടിങ് മെത്തേഡ്സ്, സെയിം അക്കൗണ്ടിങ് പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ് ഫ്രം വൺ അക്കൗണ്ടിങ് പീരിയഡ് ടു ദി നെക്സ്റ്റ്. ഒരേ ശൈലി തന്നെ പിന്തുടരേണ്ടതുണ്ട്. ഒരു പക്ഷേ മാറ്റം വരുത്തേണ്ടി വരും. അത് സ്റ്റാൻഡേർഡ് പ്രകാരം അത്തരം എന്താ പറയുക നോട്ടിഫിക്കേഷനോട് എന്ത് ചെയ്യണം, അത്തരം മാറ്റങ്ങൾ വരുത്തണം. അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. യഥാർത്ഥ ഒരു മീനിങ് ആയ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകൾ എങ്ങനെ ആയിരിക്കണം, അത് ഒരേ രീതിയിലായിരിക്കണം. ഒരു കൊല്ലം മൊത്തം ഒരേ സിസ്റ്റം ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഒരേ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഉപയോഗിക്കുക. അടുത്ത വർഷം അതന്നെ ഉപയോഗിച്ചാൽ എന്താണ്, ഈ വർഷത്തെ അടുത്ത വർഷം സ്റ്റേറ്റ്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ അത് എളുപ്പത്തിലാണ് കിട്ടും, അല്ലെങ്കിൽ അതിലൊരു മീനിങ് ഉണ്ടാവും. അതിനാണ് കൺസിസ്റ്റൻസി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. എന്ത് സെയിം അക്കൗണ്ടിങ് മെത്തേഡ്, സെയിം അക്കൗണ്ടിങ് പ്രൊസീജിയർ ഷുഡ് ബി ഫോളോഡ് ഫ്രം വൺ അക്കൗണ്ടിങ് പീരിയഡ് ടു ദി നെക്സ്റ്റ്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ്. ഡിസ്ക്ലോസ് ചെയ്യണം, എല്ലാ കാര്യം ഡിസ്ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫുഡ് നോട്ടൊക്കെ വെക്കാറ്, സ്റ്റേറ്റ്മെൻറ്റ് താഴെ വെക്കാറുണ്ട് പല കാര്യങ്ങളും. കാരണം കണ്ടിജൻസി ലയബിലിറ്റീസ് അക്കൗണ്ട്സിൽ ഉൾപ്പെടുത്താനുള്ള കാരണം എന്താണ്, ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്. ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യന്, എന്ത് പ്രിൻസിപ്പിൾസ് പ്രകാരമാണ് കണ്ടിജന്റ് ലയബിലിറ്റീസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഉൾപ്പെടുത്താറ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളിൽ താഴെ ഫുഡ് നോട്ട് വെക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, ഏത് പ്രിൻസിപ്പൽ ബേസിലാണ്, അത് ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് ബേസിലാണ്. എല്ലാം all important information that affect the understanding of financial statement should be disclosed in the reports. അത്ര എല്ലാ കാര്യങ്ങളും സുതാര്യമായിരിക്കണം, അത് ഡിസ്ക്ലോസ് ചെയ്തിരിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരാറ്, നോട്ട്സ് ടു അക്കൗണ്ട്സ്, കണ്ടിജന്റ് ലയബിലിറ്റീസ് ആൻഡ് എനി അതർ റെലവൻറ്റ് ഡീറ്റെയിൽസ്. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വെക്കുന്നുണ്ടെങ്കിൽ അത് ഈ പ്രിൻസിപ്പലിൻ്റെ ബേസിലാണെങ്കിൽ കോൺസെപ്റ്റ് ബേസിലാണ്. ഇനി നമുക്ക് അടുത്ത പാർട്ടിലേക്ക് നോക്കേണ്ടത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, പ്രിൻസിപ്പിൾസ് ഒരു ഗൈഡ് ലൈൻസ് ആയിരിക്കും അല്ലെ, അതായത് അല്ലെങ്കിൽ ഒരു ബേസ് ആയിരിക്കും, ഫൗണ്ടേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഗൈഡ് ലൈൻ പ്രകാരമാണ്, ഈ ഫൗണ്ടേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാൽ ദ ബേസിക് റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് വിച്ച് ഫ്രം ദി ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ദീസ് പ്രിൻസിപ്പിൾ എൻഷ്യൂർ കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി, റിലയബിലിറ്റി ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ ബിസിനസ്. അതായത് ഈ പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ടാണെങ്കിൽ ഇത്രയും പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, അവിടെ കൺസിസ്റ്റൻസി ഉണ്ടാവുള്ളൂ. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മാത്രമേ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് കിട്ടുള്ളൂ. അത് അപ്പോഴേ റിലയബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻസി, കമ്പാരബിലിറ്റി, റിലയബിലിറ്റി, ഇതിന് വേണ്ടിയിട്ടാണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നത്. പ്രിൻസിപ്പിൾസ് എപ്പോഴും എന്തായിരിക്കും, ബേസിക് റൂൾസ് ആയിരിക്കും, അതൊരു ബേസിക് ഗൈഡ് ലൈൻസ് ആയിരിക്കും, അതൊരു ഫൗണ്ടേഷൻ ആയിരിക്കും. നോക്കാം എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞ മിക്ക കൺസെപ്റ്റ് അല്ലെങ്കിൽ എല്ലാ കൺസെപ്റ്റ്സും പ്രിൻസിപ്പിളായിട്ട് ഇവിടെ വരും. പ്രിൻസിപ്പിൾസ് ഓഫ് റെഗുലാരിറ്റി എന്ന് പറയുമ്പോൾ റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതുപോലുള്ള പല ഗൈഡ് ലൈൻസ് നോട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് റെഗുലാരിറ്റി എന്നാൽ. അതായത് സ്ട്രിക്റ്റ്ലി ഫോളോ ദി എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് അക്കൗണ്ടിങ്. ദീസ് ഷുഡ് ബി നോ ഡീവിയേഷൻ അൺലെസ് പെർമിറ്റഡ് ബൈ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് ബോഡീസ്. സ്റ്റാൻഡേർഡ്സ് മാറുക എന്നല്ലാതെ അല്ലാത്ത രീതിയിൽ ഒരു മാറ്റങ്ങളും എവിടെ സാധ്യമല്ല, അക്കൗണ്ട്സ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ അക്കൗണ്ട്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിലവിലുള്ള സ്റ്റാൻഡേർഡുകളും റെഗുലേഷൻസുകളും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഫോളോ ചെയ്യേണ്ടതുണ്ട്. അവ മാറാതെ അല്ലെങ്കിൽ അവ അനുവദിക്കാത്തോടത്തോളം കാലം എന്തിൽ മാറ്റം വരുത്താൻ പാടില്ല, ഈ സിസ്റ്റത്തിൽ മാറ്റം വരുത്താനും പാടില്ല. മറ്റൊന്ന് പ്രിൻസിപ്പിൾ ഓഫ് കൺസിസ്റ്റൻസി. വീണ്ടും പറയുന്നു, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒരേ രീതി ഫോളോ ചെയ്യണം. അതന്നെ വരും വർഷങ്ങളിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് കമ്പയർ ചെയ്യാൻ ഇതാണ് അലൗ കമ്പാരിസൺ. അതിലൊരു ആ റിപ്പോർട്ടിൽ മീനിങ് ഫുൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിലൊരു മീനിങ് കിട്ടുള്ളൂ. ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് മെത്തേഡ് ഇറ്റ് മസ്റ്റ് ബി ക്ലിയർലി ഡിസ്ക്ലോസ്ഡ്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ കൊണ്ട് ഇത് ചേഞ്ച് വരുത്താൻ പാടില്ല, ഒരേ രീതി ഫുൾ തുടരണം എന്നതല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു കൺസിസ്റ്റൻസി വേണം. ഇൻ കേസ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും വേണം, ആ റിപ്പോർട്ട്സിൽ പറയും വേണം. അത് ക്ലിയർലി ഡിസ്ക്ലോസ് ചെയ്യണതാണ്. ഈ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഈ വർഷം ഇന്ന മെത്തേഡാണ് ഉപയോഗിച്ചത്, കഴിഞ്ഞ വർഷങ്ങളും മുമ്പത്തെ വർഷങ്ങളൊക്കെ ഇന്നതായിരുന്നു എന്ന രീതിയിലെങ്കിൽ അത് എന്ത് ചെയ്യണം, പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ആവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്തായിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് സിൻസിയർ ആവണമെന്ന് ഉദ്ദേശം എന്താണ്, ഫിനാൻഷ്യൽ
സ്റ്റേറ്റ്സ്മെൻറ്റുകൾ ഹോണസ്റ്റ് ആയിരിക്കണം, ഇംപാർഷ്യൽ വ്യൂ ആയിരിക്കണം, അതെന്താ ഫാക്ട് ബേസ്ഡ് ആയിരിക്കണം. ഓൾ എസ്റ്റിമേറ്റ്സ് ആൻഡ് അസംഷൻ ഷുഡ് ബി മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. എല്ലാം അതിൻ്റെ ഉത്തമ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അത് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രിൻസിപ്പിൾ ഓഫ് പെർമനൻസ് ഓഫ് മെത്തേഡ്. പെർമനൻസ് ഓഫ് മെത്തേഡ്സ് എന്നാൽ സെയിം അക്കൗണ്ടിങ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് ഓവർ എ ടൈം. കൺസിസ്റ്റൻസിയെ പോലെ തന്നെ ഒരേ അക്കൗണ്ടിങ് മെത്തേഡ് ആയിരിക്കണം ഒരു കാലത്തേക്കെങ്കിലും ഒരു പീരീഡിലേക്കെങ്കിലും ഫോളോ ചെയ്യേണ്ടത്. അതെന്നെ തുടർന്ന് ഉപയോഗിച്ചാൽ മാത്രമേ കമ്പാരിസൺ പോസിബിൾ ആവുള്ളൂ. ദിസ് ഹെൽപ്പ് മെയിൻറ്റെയിനിങ് കമ്പാരബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് പീരീഡ് ആൻഡ് എനി ചേഞ്ച് ഇൻ മെത്തേഡ് ഷുഡ് ബി വെൽ ജസ്റ്റിഫൈഡ് ആൻഡ് ഡിസ്ക്ലോസ്ഡ്. നെക്സ്റ്റ് 6th പ്രിൻസിപ്പിൾ, പ്രിൻസിപ്പിൾ ഓഫ് പ്രുഡൻസ്. നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്. അതായത് കൺസർവേറ്റീവിസം അല്ലെങ്കിൽ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ എന്നത് എന്താണ്, അക്കൗണ്ട് ഷുഡ് നോട്ട് ആൻറ്റിസിപ്പേറ്റ് ഇൻകം ബട്ട് ഷുഡ് പ്രൊവൈഡ് ഫോർ ഓൾ നോൺ എക്സ്പെൻസ് ആൻഡ് ലോസ്. എക്സ്പെക്ട് കഴിയാവുന്ന എല്ലാ ലോസും കൺസിഡർ ചെയ്യണം, വരാവുന്ന എല്ലാ ബെനിഫിറ്റും കൺസിഡർ ചെയ്തില്ലെങ്കിലും ആ ഒരു പ്ലേ സേഫ് എന്ന പ്രിൻസിപ്പിളാണിത്, പ്രിൻസിപ്പിൾ ഓഫ് പ്രുഡൻസ്. ദിസ് ensure that profit are not overstated. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. ഇതും ഒരു കൺസിസ്റ്റൻസി എന്താണ്, അതുപോലെ മുകളിൽ സൂചിപ്പിച്ച പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, പ്രിൻസിപ്പിൾ ഓഫ് പെർമനൻസ്. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻ ദി ഫോർസിയബിൾ ഫ്യൂച്ചർ. എൻറ്റിറ്റി കൺസെപ്റ്റിനെ പോലെ എൻറ്റിറ്റി, അതായത് ബിസിനസ് അതൊന്നും നാളെ അവസാനിപ്പിക്കാനുള്ളതല്ല എന്നതിൻ്റെ ബേസിലല്ല, അത് ഒരുപാട് കാലത്തേക്കുള്ളതാണ്. അപ്പോഴേ നമുക്ക് ഡിപ്രിസിയേഷൻ ഒക്കെ കാണാൻ കഴിയുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് പീരിയോഡിസിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് പീരിയോഡിസിറ്റി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം പീരീഡ് ഉണ്ടാവാം. അതായത് ക്വാർട്ടർലി റിസൾട്ട് പബ്ലിഷ് ചെയ്യാറുണ്ട് ലിസ്റ്റഡ് കമ്പനികളൊക്കെ. നോർമലി മിക്ക കമ്പനികളും എന്തായിരിക്കും, ആനുവൽ റിസൾട്ട് ആയിരിക്കും. ഒരു ആനുവൽ പീരീഡ്, ക്വാർട്ടർലി എന്ന രീതിയിൽ ഒരു പീരിയോഡിസിറ്റി ഉണ്ട്, ഒരു കാലയളവുണ്ട്. അപ്പോൾ മാത്രമേ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് അവരെ കമ്പനീൻ്റെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഈ വർഷമായി, കഴിഞ്ഞ 5 വർഷത്തെ റിസൾട്ട് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഒന്നാം പാദ റിസൾട്ടും രണ്ടാം പാദ റിസൾട്ട് തമ്മിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ, എന്തെങ്കിലും പോസിറ്റീവ് ഉണ്ടോ നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ നോക്കണമെങ്കിൽ എന്ത് വേണം, ഒരു പീരിയോഡിസിറ്റി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പ്രിൻസിപ്പിൾ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. വീണ്ടും പറയുന്നു, ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എല്ലാ ഫാക്ട്സും, ഓൾ റെലവെൻറ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ മസ്റ്റ് ബി ഫുള്ളി ഡിസ്ക്ലോസ്ഡ്. എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. അതിൻ്റെ ഭാഗമാണ് ഫുഡ് നോട്ട്സ് വെക്കാറ്, അതിൻ്റെ ഭാഗമാണ് കണ്ടിജൻറ്റ് ലയബിലിറ്റി കാണുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മെറ്റീരിയാലിറ്റി. മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് റെക്കോർഡ് ചെയ്യുള്ളൂ. അല്ല ചെറിയ ഇറലവൻ്റ് ആയ കാര്യങ്ങൾ എന്ത് ചെയ്യാറില്ല, അക്കൗണ്ട്സിൽ കൺസിഡർ ചെയ്യാറില്ല. സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് ഉള്ള, അതായത് ഡിസിഷൻ മേക്കിങ്ങിനെ വളരെയധികം ബാധിക്കുന്ന കാര്യങ്ങൾ മാത്രമേ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുള്ളൂ. ചെറിയ കണക്കുകൾ, 5 പൈസൻ്റെയും 10 പൈസൻ്റെ കണക്കുകൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. അത് മെറ്റീരിയാലിറ്റി അല്ല, അത് മെറ്റീരിയൽ ഫാക്റ്റ് അല്ല. അതായത് സ്മോൾ ഐറ്റംസ് മേ ബി ഇഗ്നോർഡ് if they do not affect the overall presentation. Then principles of good faith. Principle of good faith, honesty and fair statement ആയിരിക്കണം. It support the reliability and credibility of financial information. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പെർഫെക്റ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം എന്നതാണ് എന്തുകൊണ്ട് ദിസ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് ഫെയ്ത്ത്. ഇനി ഇതിൻ്റെ MC ക്വസ്റ്റ്യൻ കൂടി ഉൾപ്പെടുത്താനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്.